ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണന് ഞാനീ പറയുന്ന ഒരു കാര്യം ഞാനീ പറയുന്ന ദിവസങ്ങളിൽ മാസത്തിലെ ആഴ്ചയിലെ ഒരു ദിവസവും മാസത്തിലെ 2 ദിവസവും പറയുന്നുണ്ട്. ലളിതമായ ഒരു കാര്യമാണ്. അത് കൃഷ്ണന് സമർപ്പിച്ചാൽ അഷ്ടലക്ഷ്മികളും നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്ന് വെച്ചാൽ അതുപോലെ ഐശ്വര്യങ്ങൾ വരും, സമ്പത്ത് വരും, പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. ഈ ഒരു കാര്യം ചെയ്തവർക്കൊക്കെ അനുഭവമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം അതുപോലെ അനുഭവമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്ര അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. കാരണം ഇത് ചെയ്തവരെല്ലാം ഭഗവാൻ കൃഷ്ണൻ വാരിക്കോരി സമ്പത്തും ഐശ്വര്യവും ജീവിതം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകും. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലപ്പോഴും ചില ആളുകൾക്ക് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാറുണ്ട്. ചില ആളുകൾ എത്ര ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും അവരങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാറില്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്താ ഇതിന് കാരണം? പലപ്പോഴും നമുക്കതിന് ഉത്തരം കിട്ടാറില്ല. അപ്പം അതിന് ഉള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതായത് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവനല്ലേ ദേവിക്ക് ഇഷ്ടപ്പെട്ട ചില വഴിപാടുകളുണ്ട്. അത് ഇഷ്ടപ്പെട്ട ചില ദിവസങ്ങളിൽ ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് ജീവിതത്തിൽ സാമ്പത്തികവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വരും. മറ്റുള്ളവരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ ഇഷ്ടപ്പെട്ട ദിവസങ്ങളോ ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ പലപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അറിയത്തുമില്ലായിരിക്കും. എന്നാൽ ചിലരാകട്ടെ അവർ അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ ഇഷ്ട ദിവസങ്ങളിലായിരിക്കും പോകുന്നത്. അതുപോലെ ആ ഇഷ്ടപ്പെട്ട ചില പ്രത്യേക വഴിപാടുകളായിരിക്കും ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സാമ്പത്തികമൊക്കെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുക. ഇത് ഒരുപാട് ജീവിതങ്ങൾ ഈ കാര്യം ചെയ്ത് ജീവിതത്തിൽ മാറ്റമുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസവും മാസത്തിൽ 2 ദിവസവും ആ ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ലളിതമായ ഒരു കാര്യമാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു മന്ത്രം ചൊല്ലേണ്ടതായിട്ടുണ്ട്. ആ മന്ത്രവും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ശരിയായി ചെയ്ത് നോക്കിയവർക്കെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ജീവിതം മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ വാരിക്കോരി ധനവും സമ്പത്തും എല്ലാം നൽകും. മാത്രമല്ല കുടിൽ കൊട്ടാരമാക്കും ഭഗവാൻ. ഞാൻ ഇത് 100% ഹൃദയത്തിൽ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതോടൊപ്പം പരിശ്രമിക്കുകയും കൂടെ ചെയ്യുക. ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ ഭഗവാൻ കൃഷ്ണൻ ഒരു അനുഗ്രഹം കൊടുത്താൽ അത് ജീവിതം മുഴുവൻ അത് നിലനിൽക്കും എന്ന് മാത്രമല്ല വർദ്ധിച്ചു വരികയും ചെയ്യും. ഒരിക്കലും ജീവിതത്തിൽ ഇതിൻ്റെ പുറകോട്ട് പോകത്തില്ല എന്നുള്ളതാണ്. അതറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. അറിയാமல் ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ, ചെയ്യുന്ന രീതി. ഇത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കുക. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വളരെ ചുരുക്കി ഇടുക മെസ്സേജ്. ഞാൻ ഫ്രീ ആകുവാണെങ്കിൽ, ഫ്രീ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ടോ. ഫ്രീ ആകുവാണെങ്കിൽ കാണുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഏതെങ്കിലും നല്ല കാര്യം പറഞ്ഞു തരാം. അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ വരേണ്ട കാര്യമില്ല. അത് വിശകലനം ചെയ്യുന്നതിന് മതി കേട്ടോ. അതും തുച്ഛമായൊരു ഫീസ് അതിന് ഞാൻ ഫീസ് പറയത്തുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാഹചര്യം പറയുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. ഭഗവാൻ കൃഷ്ണന് ചില കാര്യങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ചെയ്താൽ ഭഗവാൻ സമ്പത്ത് വാരി കോരി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പം ഒരു മന്ത്രമുണ്ട്, ചെയ്യേണ്ട ദിവസമുണ്ട്, ചെയ്യേണ്ട രീതിയുണ്ട്. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത്. കാരണം അത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അത് പ്രയോജനമാകും. അതുകൊണ്ടാണ്. അവിടെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ഞാനൊരു കടയിൽ ജോലി ചെയ്യുന്ന സമയം, അന്ന് ശ്രീകൃഷ്ണ ജയന്തി വരുന്ന സമയത്ത് അപ്പം എനിക്ക് ഭഗവാന് കുറച്ച് അവല് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ അതിനുള്ള ഒരു സാമ്പത്തികം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അവിടെ ഞാൻ ഭഗവാന് കുറച്ച് എത്രയാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കുറച്ച് കുറേ അവല് മേടിച്ചു കൊടുത്തു ശ്രീകൃഷ്ണജയന്തിക്ക് വേണ്ടി.
അപ്പോഴേ എന്നോട് ചിലരൊക്കെ ചോദിച്ചു, എടാ നിന്നെക്കൊണ്ട് ഇതിന് നിവൃത്തിയുണ്ടോ, നീ ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ പോരെ. പക്ഷേ ഞാൻ ഭഗവാൻ അത് കൊടുത്തത് എൻ്റെ അന്ന് അത്രയും പൈസ ഉണ്ടായിട്ടല്ല, എനിക്ക് ഭഗവാനോടുള്ള ആ ഭക്തി, ഭഗവാനോടുള്ള ആ മനസ്സ് നിറഞ്ഞ ഭക്തി, അതുകൊണ്ട് ഞാൻ ഭഗവാന് കുറച്ച് അവൽ കൊടുത്തു. പിന്നെ ഓരോ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോഴും ഞാൻ ഭഗവാന് അവൽ കൊടുക്കും. അത് ഓരോ പ്രാവശ്യം കൂടുതലാണ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഒരു മുക്കാൽ ചാക്കോളം കൊടുത്തു. ഒരു ചാക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആകെ 3 ചാക്ക് ആയതുകൊണ്ട് മതി. അപ്പം ഞാൻ ഒരു ചാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് കൂടെ കൊടുക്കാൻ അവസരം വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു അരമുക്കാൽ ചാക്ക് കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു വരുന്ന കാര്യമാണ്. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് ഇന്നേ വരെ വർക്കില്ലാതിരിക്കേണ്ട ഇതായിട്ട് വന്നിട്ടില്ല. കൊറോണ സമയത്ത് പോലും 14 ദിവസം കൊറോണ പിടിച്ച് ഞാൻ ആശുപത്രി കിടന്നു ഒഴിച്ച്, ബാക്കി ഫുൾ ടൈമും ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അത് അന്നും ഇന്നും എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊരിക്കലും വർക്കില്ലാതെ വന്നിട്ടില്ല. ഇപ്പോഴും ചെയ്യാൻ പറ്റാത്ത പോലെ ബുക്കിംഗ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഒരിക്കലും ഞാൻ ഫ്രീ ആയിട്ടില്ല. അത് എൻ്റെ കഴിവല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാൻ ഭഗവാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ അവല് കൊടുത്ത് ഞാൻ എല്ലാ ശ്രീകൃഷ്ണജയന്തിക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ശ്രീകൃഷ്ണജയന്തിക്ക് നിങ്ങൾ കൊടുക്കാം, ഞാൻ ഇന്ന് പറയുന്ന അതല്ല. അതായത് ബുധനാഴ്ചകളിലും മലയാള മാസം 1-ാം തീയതിയും കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാൻ കൃഷ്ണന് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ കടയിൽ നിന്ന് അവലിപ്പം പാക്കറ്റിനകത്ത് കിട്ടുമല്ലോ, ആ അവൽ മേടിക്കുക. മേടിച്ചൊരു തൂശനിലെ വെച്ച് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ചിട്ട് നിങ്ങളൊന്ന് അടക്കി വെക്കുക. ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഓം ദേവകീ നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് വീട് വേണമെന്നോ മാളിക വേണമെന്നോ ലോൺ ഉണ്ടെന്നോ ഒന്നും പറയണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. ഭഗവാൻ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി നന്ദി നന്ദി, കോടി നന്ദി എന്ന് പറഞ്ഞ് അവൽ നടക്കി വെക്കുക. അവൽ നിവേദ്യത്തിന് വേണ്ടി രസീതൂടെ വേണേ എടുത്ത് വെക്കുക, തിരുമേനിക്ക് ദക്ഷിണ കൂടെ കൊടുക്കുക. അവൽ നിവേദിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ മേടിക്കാതിരിക്കാനൊന്നും കുഴപ്പമില്ല. ഇത് ബുധനാഴ്ച ചെയ്യണം, ആഴ്ചകളിൽ ബുധനാഴ്ച. അപ്പം ഓരോ ആഴ്ചയിലും ബുധനാഴ്ച നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. മലയാള മാസം 1-ാം തീയതി ചെയ്യണം. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി ചെയ്യണം. ഈ ദിവസങ്ങളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നു, ഭഗവാൻ നിങ്ങൾക്ക് അതുപോലെ സമ്പത്തും ഐശ്വര്യവും തരും, ഒരു സംശയം വേണ്ട. നിങ്ങളൊന്നും പറയണ്ട, ഭഗവാനെ എനിക്ക് അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി 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 എന്ന് മാത്രം പറഞ്ഞ് അവർ വെച്ചാൽ മതി. അത് ഹൃദയത്തിൽ നിന്ന് പറയണം, അല്ലാതെ വേറൊന്നും ആവശ്യപ്പെടണ്ട. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഭഗവാൻ നിങ്ങൾക്കെല്ലാം തരും. ഇന്ന് വെച്ചാൽ നാളെ കിട്ടുമെന്നല്ല ഞാനീ പറയുന്നത്. നിങ്ങളെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും. അത് ചിലപ്പം അതിപ്പോൾ എത്ര ദിവസം എടുക്കുമെന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് സമർപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭഗവാൻ പക്ഷേ രക്ഷപ്പെടുത്തിയിരിക്കും. ഇന്ന് ചെയ്താൽ നാളെയെന്നോ അല്ലെങ്കിൽ ഈ ആഴ്ച ചെയ്താൽ അടുത്ത ആഴ്ചയെന്നോ ഒന്നുമല്ല. ഭഗവാൻ നിങ്ങളെ ആ സമയമാവുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. വലിയ ഐശ്വര്യങ്ങൾ, വലിയ സമ്പത്ത് നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടായിരിക്കുമല്ലോ, അത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഡോക്ടേഴ്സുണ്ട്, ബിസിനസ്സുകാരുണ്ട്. ഡോക്ടേഴ്സ് ഞാൻ സ്വന്തമായിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവരും അങ്ങനെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഭഗവാന് വാരിക്കോരി അതുപോലെ കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഇവിടെ ഒന്നും ആവശ്യപ്പെടേണ്ട, ഭഗവാൻ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി എന്ന് പറഞ്ഞ് നടക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ അപ്പോൾ ഈ കൃഷ്ണഗായത്രിയും കൂടി ജപിക്കണം. അതിന് മുമ്പ് വെക്കുന്നതിന് മുമ്പ് 3 തവണ ജപിക്കണം, വാഗൊണ്ട് ജപിക്കണം. ഓം ദേവകീ നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക. അപ്പോൾ ഇത് ബുധനാഴ്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ബുധനാഴ്ചയാണ് കുചേലൻ
ഭഗവാന് അവല് സമർപ്പിച്ചത്. അത് കുചേല ദിനമെന്നും പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ബുധനാഴ്ച പിന്നെ മലയാള മാസം 1-ാം തീയതി അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. 1-ാം തീയതി ചില കാര്യങ്ങൾ ചെയ്താൽ. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി. നിങ്ങൾ ആരോട് ചോദിക്കാൻ പോകണ്ട, നേരെ കലണ്ടറെ നോക്കുക. കറുത്ത വട്ടം ഡേറ്റിന് താഴെയുണ്ട്. അത് കറുത്തവാവെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് വരുന്ന ഏകാദശി ഏതാണെന്ന് നോക്കുക. അത് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ദിവസം നേരത്തെ നിങ്ങൾ ഓർമ്മയിൽ വരാൻ വേണ്ടി നിങ്ങൾ അലാം വെക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഡേറ്റ് റിമെമ്പർ ചെയ്യാൻ വേണ്ടി, ഡേറ്റ് ഓർമ്മിക്കാൻ വേണ്ടി ഒന്ന് എഴുതിയിടുകയോ അല്ലെ മൊബൈലിൽ അലാം വെക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കൃത്യം ആ ദിവസത്തിനോട് ചെയ്യുക. ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി കൃഷ്ണന് വഴിപാട് ചെയ്താൽ ആ വ്യക്തിയെ ഭഗവാൻ ഉപേക്ഷിക്കത്തില്ല ഒരിക്കലും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും ചെയ്ത് നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ പഴയ വീഡിയോകളിൽ ഞാൻ അനുഭവങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ അപ്പം ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. എനിക്ക് ശരിയെന്ന് തോന്നിയ, എനിക്ക് അനുഭവമുള്ള, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഇനിയും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കുളി കഴിഞ്ഞ ഉടൻ നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഈശ്വര ഞാൻ എല്ലാവരോടും ചെയ്ത തെറ്റുകൾക്ക് എല്ലാവരോടും ഞാൻ മാപ്പി ചോദിക്കുന്നു. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയും എല്ലാവരോടും ചെയ്ത തെറ്റുകൾക്ക്, അതിൽ മനുഷ്യൻ മാത്രമല്ല പക്ഷിമൃഗാദികളെ എല്ലാം ഉൾപ്പെടും. എല്ലാ ജീവജാലങ്ങളോടും ഞാൻ അറിഞ്ഞോ അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ ഈശ്വര അവിടുത്തോട് മാപ്പി ചോദിക്കുന്നു, ആ എല്ലാത്തിനോടും മാപ്പി ചോദിക്കുന്നു എന്ന് പറയണം. പിന്നെ അത് വാഗൊണ്ട് തന്നെ പറയുക, നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ. എന്നോട് ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളോടും എല്ലാം ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ മനസ്സിനെ ക്ഷമിച്ചു, എന്നോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഈശ്വര. മൂന്നാമത് പറയണം, ഈശ്വര എല്ലാത്തിനും അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. കുളി കഴിഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഇത് രാവിലെ നിത്യവും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും പുറകെ പോകത്തില്ല. ആവശ്യമില്ലാത്ത ഒരു തെറ്റായ കാര്യങ്ങൾ നിങ്ങളിലേക്കും വരുത്തുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറും. നല്ല ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നല്ല അനുഭവങ്ങൾ വരും. അല്ലെന്നുണ്ടെങ്കിൽ മോശം ആളുകളും മോശം അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ട. ആ ഈശ്വരനെ വിളിച്ചാൽ മതി. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് സർവസ്വവും വരും. അപ്പോൾ ഇത് നിത്യേന നിങ്ങൾ രാവിലെ ഈ പ്രാർത്ഥന ചെയ്യുക കുളി കഴിഞ്ഞ്. പിന്നെ അതോടൊപ്പം ഈ അവലിൻ്റെ പറഞ്ഞ കാര്യം കൂടെ ചെയ്യുക. അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇനിയും ഈ കൃഷ്ണ ഗായത്രിക്ക് ചില കാര്യങ്ങളുണ്ട്. ഏതൊരു ദേവതയുടെയും പൂർണ്ണ അനുഗ്രഹം കിട്ടാൻ ഗായത്രി മന്ത്രം ഏറ്റവും നല്ലതാണ്. ഭഗവാൻ കൃഷ്ണന് നമ്മൾ അവല് സമർപ്പിക്കുന്നു. അതിനു മുമ്പ് ഭഗവാന്റെ ഗായത്രി ജപിച്ചാൽ ഭഗവാന്റെ പ്രീതി അപ്പോഴേ കിട്ടും. നമ്മൾ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. മാത്രമല്ല ഈ കൃഷ്ണ ഗായത്രി മന്ത്രം നിങ്ങൾക്ക് രാവിലെ സൂര്യോദയത്തിന് മുമ്പും, സൂര്യോദയം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഏകദേശം ഒരു 6:30 മുമ്പായിട്ട് ശരാശരി, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വരും എങ്കിലും സാമാന്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഏകദേശം ഒരു 6:30 മുമ്പായിട്ട് കണക്ക് കൂട്ടിക്കും. ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരത്തുള്ളൂ. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പേ, പിന്നെ ഉച്ച സമയത്ത്, പിന്നെ വൈകുന്ന പാട്, ഈ 3 സമയങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ചൊല്ലാം, നിങ്ങളെവിടെ ഇരുന്നാലും ഈ കൃഷ്ണ ഗായത്രി മന്ത്രം നിങ്ങൾക്ക് അങ്ങനെ ചൊല്ലാം. പിന്നെ അവല് വെക്കുന്നതിന് മുമ്പ് ചൊല്ലാം. അങ്ങനെ കൃഷ്ണ ഗായത്രി മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. കൃഷ്ണ ഗായത്രി മന്ത്രം ചൊല്ലിയാലുള്ള ഫലങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഐശ്വര്യങ്ങൾ, സമ്പത്ത്, സമൃദ്ധി ഇതൊക്കെ ഭഗവാൻ നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല ആത്മീയമായ ശക്തി നമ്മളിൽ ഉണ്ടാകും. അതുപോലെ ഈശ്വരീയത നമ്മളിൽ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കർമാസ് ന്യൂട്രലൈസ് ആവും. കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങൾ, നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ആ കർമ്മദോഷങ്ങൾ മാറുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കർമ്മദോഷം
ഉണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ തടസ്സങ്ങളുണ്ടാകും. ഈ കർമ്മദോഷം മാറും കൃഷ്ണഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല അപാരമായ വശ്യത ഉണ്ടാകും. നമ്മൾ ഏതൊരു കാര്യത്തിലും വിജയം, നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക, ഏതൊരു കാര്യം നമുക്ക് അനുകൂലമായിട്ട് വരിക, അങ്ങനെ ഭഗവാന്റെ ഒരു സ്വാധീനം നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. തടസ്സങ്ങൾ മാറും, വീട്ടിലെ കലഹങ്ങൾ മാറും, കുടുംബ ഐക്യമുണ്ടാകും, തൊഴിൽ വിജയമുണ്ടാകും, പുതിയ തൊഴിലിന് വരുമാന മാർഗ്ഗങ്ങൾ, നമുക്ക് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ പറ്റും. തൊഴിൽ നമ്മൾ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. വളരെ സമ്പത്തും സമൃദ്ധിയും അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ്. അതാണ് ഈ കൃഷ്ണഗായത്രി മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഈ ഒരു വിദ്യയിലൂടെ നമുക്ക് കൈവരും എന്നുള്ളതാണ്. ഇത് ഒരു ഭഗവാനെ നമ്മൾ ഈ കൃഷ്ണഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ ഭക്തിയോടെ സ്നേഹത്തോടെ ഭഗവാനെ സ്മരിക്കണം. ഭഗവാന്റെ ദിവ്യ ഗുണങ്ങളെ സ്മരിക്കണം. ഭഗവാന്റെ ദിവ്യ ഗുണങ്ങൾ എന്താ? സ്നേഹം, നന്മ, അങ്ങനെയുള്ള ഭഗവാന്റെ ദിവ്യമായ ഗുണങ്ങളെ നമ്മൾ സ്മരിക്കണം. ഭഗവാനെ സ്മരിക്കുന്നതോടൊപ്പം മാത്രമല്ല ഭഗവാന്റെ അപാരമായ ശക്തിയെ നമ്മൾ സ്മരിക്കണം. അങ്ങനെ ഭഗവാന്റെ അപാരമായ ആ കൃപയെ നമ്മൾ സ്മരിക്കണം. അങ്ങനെ ഭഗവാനെ ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശ്വാസത്തോടെ, ഏറ്റവും ആത്മാർത്ഥമായി, ഏറ്റവും സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വാഗൊണ്ട് ഈ കൃഷ്ണഗായത്രി മന്ത്രം 3 തവണ ജപിക്കണം. അത് അവൽ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിച്ചാൽ മതി. അതുപോലെ തന്നെ രാവിലെ വീട്ടിൽ വെച്ച് കുളി കഴിഞ്ഞ ഉടനെ, അതായത് സൂര്യോദയത്തിന് മുമ്പ് ചെല്ലുന്ന ഏറ്റവും നല്ലത് 3 തവണ ജപിക്കുക. ഉച്ചയ്ക്ക് വേണമെങ്കിൽ 1 തവണ ജപിച്ചാൽ മതി. വൈകുന്നപാട് 3 തവണ ജപിക്കണം. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ജപിക്കാം, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. കൃഷ്ണഗായത്രി മന്ത്രം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും. പരിവർത്തനം, നമുക്ക് ആവശ്യം പരിവർത്തനമാണ്. പരിവർത്തനം എന്ന് വെച്ചാൽ മാറ്റം. നമ്മൾക്ക് ഒരു ജീവിതത്തിൽ മാറ്റം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം, എന്നാലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകത്തില്ല. നമ്മളെന്നും ജീവിക്കുന്ന രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ ഒരു മാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു, ഓരോ ദിവസവും കടന്നു പോകുന്നു, അതിനകത്തൊന്നും കാര്യമില്ല. നമ്മൾ ഈശ്വരനെ അറിയും. ഈശ്വരനെ നമുക്ക് പിന്നീട് ഒരു ചോദ്യമല്ല, ഒരു ഉത്തരവായിട്ട് മനസ്സിൽ എപ്പോഴും ഈശ്വരൻ നമുക്ക് ചോദ്യമല്ല, ഉത്തരമാകും മനസ്സിൽ. കാരണം നമുക്ക് ഈശ്വരാനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ നിത്യേന നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾക്ക് ഏത് തൊഴിലാണേലും ആ തൊഴിലിൽ വളരെ വലിയ രീതിയിൽ ടോപ്പിലെത്താൻ പറ്റും. നിങ്ങളൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു വീട്ടമ്മയായിക്കോട്ടെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, എത്ര പാപം ചെയ്ത വ്യക്തി ആയിക്കോട്ടെ, എത്ര നന്മയുള്ള വ്യക്തി ആയിക്കോട്ടെ, കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ, കഴിവില്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, ഭഗവാനെ ഭക്തിയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ, മനഃശുദ്ധിയോടെ ഈ കൃഷ്ണഗായത്രി മന്ത്രം ഞാനീ പറഞ്ഞ രീതിയിൽ ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം ഭഗവാൻ കൃഷ്ണൻ വാരിക്കോരി നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ സർവസ്വവും നൽകും. അത് ഏറ്റവും പരമപവിത്രമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളെല്ലാം ജീവിതത്തിൽ അതിൻ്റെ ഗുണമുണ്ടാകും. നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ടുള്ള ഏത് തടസ്സങ്ങളും മാറുവാനും, നിങ്ങൾ ഏത് ഭൂമിയിൽ താമസിച്ച് എത്ര വാസ്തുദോഷം ഉണ്ടെങ്കിലും, എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും, കുടുംബദോഷം ഉണ്ടെങ്കിലും ഭഗവാൻ ഒന്ന് നനച്ചാൽ മതി, എല്ലാം മാറിക്കിട്ടും. നിങ്ങൾ എത്രയോ രൂപ മുടക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ ഭഗവാനെ എങ്ങനെ വിളിച്ചു നോക്കും. നിങ്ങളുടെ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഒരു വാസ്തുദോഷവുമില്ല, അവിടെ ഒരു കുടുംബദോഷവുമില്ല, അവിടെ ഒരു ദോഷങ്ങൾ വേക്കത്തുമില്ല, ഒരു ദോഷങ്ങൾ വേക്കത്തില്ല. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. എനിക്ക് അനുഭവമുള്ള കാര്യവും ധാരാളം ആളുകളുടെ ജീവിതം മാറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക, അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ആളുകൾക്കുണ്ടായ മാറ്റങ്ങളെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ സൂര്യോദയത്തിന് മുമ്പ് ഏതൊരു കാര്യങ്ങളും ചെയ്താൽ പ്രത്യേക ഫലമുണ്ടാകും കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം അത് ഒരു
പ്രകൃതിയിലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. കാരണം പ്രകൃതി ഉണരുന്ന സമയമാണ്. ആ സമയത്ത് പ്രാർത്ഥന ചെയ്താലും മന്ത്രം ചെയ്താലും നമ്മളൊരു തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചാലും ഏതൊരു വഴിക്ക് ഇറങ്ങിപ്പോയാലും ഒക്കെ ഫലമുണ്ടാകാൻ അത് ഉപകരിക്കും. സൂര്യോദയത്തിന് മുമ്പുള്ള സമയം, അതായത് 6:30 മുമ്പ്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ഈ 6:30 മുമ്പുള്ള ഒരു വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരായിരിക്കും. 6:30 മുമ്പ് ഏത് സമയവും ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. പ്രകൃതി ഉണരുന്ന സമയമാണ്. പക്ഷിമൃഗാദികൾ ഉണരുന്ന സമയമാണ്. ആ ഉണർവ് നമ്മളുടെ ബോധത്തിലും ഒക്കെ ഉണ്ടാകും. നമ്മളിൽ ആ പ്രത്യേകം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഉണർവുണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിലെ ആ പ്രകൃതി, നമ്മുടെ ഉള്ളിലെ ആ കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള ആ ഒരു പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം നമ്മളും പ്രകൃതിയുമായിട്ട് വളരെ പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അധികം ഇപ്പോഴാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് മാറി. അതായത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ കൂടുതലും പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്നു. അവർക്ക് അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പം പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിൽ ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കുകയാണ്. അതിൻ്റെതായ പോരായ്മകളൊന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ അവർ നഗരത്തിൻ്റെ മധ്യത്തിലൊക്കെ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കും. അവർക്കതറിയാം. കാരണം ആ പ്രകൃതിയുടെ ഒരു സാമീപ്യം. അപ്പം ഇന്നും നമ്മുടെ നാട്ടിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെ. അപ്പം പ്രകൃതിയോട് എപ്പോഴും ചേർന്ന് ജീവിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതി ഈശ്വരൻ തന്നെയാണ്. കാരണം ഈ പ്രകൃതിയിലുള്ളതും പഞ്ചഭൂതങ്ങളാണ്, നമ്മുടെ ഉള്ളിലുള്ളതും പഞ്ചഭൂതങ്ങളാണ്. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ നല്ല യാത്രകൾ പോവുക എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ യാത്രകൾ പോവുക, പ്രകൃതിയെ ഒന്ന് ആസ്വദിക്കുക. അത് നമ്മൾ മൊബൈലിലാക്കേണ്ട കാര്യമില്ല. നമുക്കത് മൊബൈലിലാക്കാൻ വേണ്ടിയല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ആ ഫീലിങ്സ്, ആ നല്ല പ്രകൃതിയുടെ ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുക. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒന്നെങ്കിലും നല്ല യാത്രകൾ പോകണം. പോയി നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണണം. അവിടെ കുറച്ച് സമയം ചിലവഴിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്ത് അത് മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യണം. കാരണം അത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാരതീയ ആചാരപ്രകാരം ദേവിയാണ്, ശക്തിയാണ്. പ്രകൃതി ആരാധന പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പം ആ ദേവിയുടെയും കൂടെ ഒരു അനുഗ്രഹം കിട്ടാൻ ഉപകരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ മഹർഷീശ്വരന്മാരും ഒക്കെ അവർ പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോയി തപസ് ചെയ്തത്? എന്തുകൊണ്ടാണ്? അപ്പോഴാണ് അവർ ഈശ്വരനെ അറിഞ്ഞത്. അതായത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്, പ്രകൃതി ദേവി തന്നെയാണ്. ആ പ്രകൃതിയിലോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യം അതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഈ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെയാണ്. അപ്പം പ്രകൃതി മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നല്ല യാത്രകൾ ചെയ്യുക, അങ്ങനെങ്കിലും പ്രകൃതിയെ അനുഭവിക്കുക. അത് മൊബൈലൊന്നും ആക്കണ്ട. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുക ആ കാഴ്ചകൾ, ആ ഫീലിങ്സ്, നല്ല കാറ്റടിക്കുമ്പോഴുള്ള ഫീലിങ്സ്, നല്ല കാഴ്ചകൾ. അങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ള അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക, നിങ്ങൾ അനുഭവിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുന്നത്, പരിവർത്തനങ്ങൾ വരുത്തുന്നത്. നിങ്ങളുടെ ആ മനസ്സ് തന്നെ മാറും. മനസ്സിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും, ഇച്ഛാശക്തി ഉണ്ടാകും, ക്രിയാശക്തി ഉണ്ടാകും. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടും. നമ്മൾക്ക് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാകും. നമുക്ക് കൂടുതൽ ഭാവനകൾ ഉണ്ടാകും, ഐഡിയാസ് ഉണ്ടാകും, കാര്യക്ഷമത ഉണ്ടാകും. ഇങ്ങനെ ആ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും പ്രകൃതി രമണീയമായ നല്ല എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോകണമെന്നല്ലേ പറയുന്നത്, വെള്ളത്തിൽ എടുത്ത് ചാടണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല പ്രകൃതി രമണീയമായ നമ്മൾക്ക് സേഫായ പ്ലേസുകളിൽ പോവുക, അതാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അല്ല സാഹസികതയൊന്നും കാണിക്കരുത്. അഭ്യാസങ്ങൾ കാണിക്കുന്നവനൊക്കെ പിന്നെ അതിനെ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് സേഫായിട്ടുള്ള പ്ലേസുകളിൽ നമുക്കൊന്ന് അല്പനേരം ഇരിക്കണം. അങ്ങനെയുള്ള നല്ല നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ സേഫായ പ്ലേസുകളിൽ പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്ത്. ഇതൊക്കെ നന്നായിരിക്കും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. എല്ലാവരിലും ആ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഒരു കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനം അവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നമ്മളെക്കൊണ്ട് ഇപ്പം ചിലർ പ്രസൻറ്റേഷൻ മേടിച്ച് കൊടുക്കും. അതല്ല ചെയ്യേണ്ടത്. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ആ സംഭാവന കൊടുക്കുക. കാരണം ഒരാൾക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും കാണും. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം. രണ്ടാമത് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക.
ആ ചെറുക്കനും പെണ്ണും ദീർഘകാലം നല്ലതായിട്ട് ജീവിക്കാൻ സഹായിക്കണേ ഈശ്വര. നമ്മുടെ ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടാകുക. ഒരു ആശുപത്രി പോയാൽ ആശുപത്രി കിടക്കുന്നവർക്ക് നമ്മൾ ആപ്പിളും മുന്തിരി ഓറഞ്ചും കൊണ്ടല്ല കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. കാരണം ആപ്പിളും മുന്തിരി ഓറഞ്ചും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാർമസിയിൽ കൊണ്ട് കൊടുത്ത് അവർക്ക് മരുന്ന് കിട്ടത്തില്ല. അവർക്ക് ആവശ്യം പൈസയാണ്. കാരണം പല കാര്യത്തിന് വേണ്ടി പൈസ ആവശ്യമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന സംഭാവന, പറ്റുന്ന പൈസ അവിടെ കൊടുക്കുക. അവർ വേണമെങ്കിൽ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും മേടിച്ചോളൂ. നമ്മളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആവശ്യം പണമാണ്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കുക. ഒരാളൊരു വീട് വെക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ഈ വള്ളത്തിൻ്റെയൊക്കെ ഇതും മേടിച്ചുകൊണ്ട് പോവുക, അല്ലെ കഥകളിയുടെ മേടിച്ചുകൊണ്ട് പോവുക, അല്ലെ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോവുക, അല്ലെ ഗ്ലാസ് മേടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ ചെയ്യാതിരിക്കുക. അവർക്ക് ആവശ്യം പണമാണപ്പോൾ. നമുക്ക് അവരോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ പറ്റുന്ന പോലെ പണം കൊടുക്കുക. അവർ വേണമെങ്കിൽ ഗ്ലാസ് മേടിച്ചോളൂ. അവർ വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭിത്തി വെക്കാനുണ്ടൊക്കെ അവർ മേടിച്ചോളൂ. അവർക്ക് ആവശ്യം പണമാണ്. പിന്നെ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഹൃദയത്തിൽ നമുക്ക് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. അല്ലെങ്കിൽ ആ പ്രകൃതി നമുക്ക് വേണ്ടി പലതും ഒരുക്കിത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതാണ് ഏറ്റവും പഠിക്കേണ്ട ഒരു പാഠം. നമ്മുടെ സ്വാർത്ഥതയോടുകൂടി എത്ര നാൾ ജീവിക്കുന്നു അത്ര നാൾ നമ്മൾ ഈശ്വരനെ അറിയത്തില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ ഈശ്വരൻ നമുക്ക് വേണ്ടി പലതും തരും. അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്. ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരിക്കലും അത് നിർത്തത്തില്ല. കാരണം അവർ ആ ചാരിറ്റി ചെയ്യുമ്പോൾ ഈശ്വരൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ചിലർ വിചാരിക്കും അവർ മണ്ടന്മാരായിരിക്കും. ഒരിക്കലുമല്ല. അവർക്ക് ഈശ്വരൻ എത്രയോ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോഴാണ് ഈശ്വരൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അല്ല നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴോ ഒന്നുമല്ല. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഈശ്വര എല്ലാവരിലും ഭഗവാന്റെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശിവോഹം ശിവശിവ.